ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ വീടുകളിൽ ഒരു പോണ്ട് ഉണ്ടാവും, അതും അല്ലെങ്കിൽ ഒരു വാട്ടർ ബോഡി ഉണ്ടാവും. ഇത് ഫുൾ പച്ച കളറായി സ്മെല്ല് വന്ന് എല്ലാവർക്കും ബുദ്ധിമുട്ടാവുന്ന ഒരു രീതിയിലേക്ക് ഇത് പോകും. അതിനുള്ളൊരു സൊല്യൂഷനാണ് എഹീം എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ലൂപ്പ് 10,000 എന്ന് പറഞ്ഞ പോണ്ട് ഫിൽറ്റർ. ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ വിശേഷങ്ങളും ഇതിൻ്റെ അൺബോക്സിങ്ങും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക. വെൽക്കം ടു ദി ന്യൂ വീഡിയോ ഓഫ് പ്ലാന്റർ ക്രീക്ക്. എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിലെ പോണ്ടുകൾ പച്ച കളറാവുക അല്ലെങ്കിൽ സ്മെല്ല് വരുന്നത്? ഇതിനെന്തെങ്കിലും ഒരു പ്രത്യേക റീസൺ ഉണ്ടാവും. പക്ഷേ നമ്മൾ നാച്ചുറൽ പോണ്ടിൽ നോക്കുന്ന സമയത്ത് വെള്ളത്തിന് ഇതുപോലെ സ്മെല്ലും ഉണ്ടാവില്ല, അതിൽ വെള്ളം അത്യാവശ്യം ക്ലിയറും ആയിരിക്കും. അപ്പോൾ നാച്ചുറൽ പോണ്ടിൽ നടക്കുന്ന എന്തോ ഒരു പ്രോസസ്സ് നമ്മളെ വീട്ടിലെ പോണ്ടുകളിൽ നടക്കുന്നില്ല. ഇവിടെയാണ് നമ്മളുടെ ഒരു പ്രോപ്പർ ഫിൽട്രേഷൻ ആവശ്യമായിട്ട് വരുന്നത്. വെള്ളം പച്ച കളറാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം സൺലൈറ്റ് ഡയറക്റ്റ്ലി നമ്മളെ പോണ്ടിൽ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളമാണെങ്കിൽ അത് ആൽഗെ വളരാനുള്ള ഒരു മീഡിയയായി മാറും. ഇതിനെ റീപ്ലേസ് ചെയ്യാണ് നമ്മുടെ ഫിൽറ്ററിലുള്ള UV സിസ്റ്റം. ഈ വെള്ളം UVയിലൂടെ സർക്കുലേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ആൽഗേനെ കംപ്ലീറ്റ് നശിപ്പിച്ചിട്ടാണ് അടുത്ത വെള്ളം ഇതിലേക്ക് കയറി വരിക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോൾ ആൽഗയുടെ ഗ്രോത്ത് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനാവും. ഇനി പോണ്ടിൽ സ്മെല്ല് വരാനുള്ള ഒരു കാരണമാണ് നമ്മളെ ഫിഷിൻ്റെയും അതുപോലെ തന്നെ നമ്മളെ പോണ്ടിൽ വിൽക്കുന്ന പ്ലാന്റ്സിൻ്റെയൊക്കെ വേസ്റ്റ് അമോണിയായിട്ടാണ് കൺവേർട്ട് ചെയ്യുക. ഈ അമോണിയാണ് സ്മെല്ല് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. ഈ അമോണിയനെ നാച്ചുറലി നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇത് നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ ആഡ് ചെയ്യുന്ന ബെനിഫിഷ്യറി ബാക്ടീരിയയാണ്. ഈ ബെനിഫിഷ്യറി ബാക്ടീരിയ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക നമ്മുടെ ഫിൽറ്ററിനകത്തുള്ള ബയോമീഡിയയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പോണ്ടിലെ വെള്ളം ഫിൽറ്റർ വഴി കയറി ഇറങ്ങുമ്പോൾ നാച്ചുറലായിട്ടുള്ള ഈ ഒരു കൺവേർഷൻ നടന്നിട്ട് ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരിക്കും പോണ്ടിലേക്ക് തിരിച്ചെത്തുക. എഹീം എന്ന് പറഞ്ഞാൽ ഒരു ജർമ്മൻ ബ്രാൻഡാണ്. അക്വേറിയം ഹോബിസ്റ്റൊക്കെ ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് എഹീം. എഹീമിൻ്റെ ഫിൽറ്ററാണ് കൂടുതലായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്. പക്ഷേ പോണ്ട് ഫിൽറ്റർ ഇന്ത്യയിൽ അത്ര ഫെമിലിയർ അല്ലായിരുന്നു, കാരണം ഇത് അവൈലബിൾ അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എഹീം എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പോണ്ട് ഫിൽറ്റർ നിങ്ങളുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും. എഹീമിൻ്റെ പോണ്ട് ഫിൽറ്റർ സീരീസിൻ്റെ പേര് ലൂപ്പ് എന്നാണ്. വാട്ടർ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് 4 മോഡൽസാണ് വരുന്നത്. ലൂപ്പ് 5000, 7000, 10,000 ആൻഡ് 15,000. ഇന്ന് നമ്മളിവിടെ പറയുന്നത് 10,000 കാര്യങ്ങളാണ്. എന്നാൽ നമുക്ക് അൺബോക്സിങ്ങിലോട്ട് കടന്നാലോ? ഇതിൻ്റെ ബോക്സിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് നോക്കാം. ഫിഷിൻ്റെ ടൈപ്പിനനുസരിച്ചിട്ട് എത്ര കപ്പാസിറ്റി ഉള്ള പോണ്ടിലേക്കാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടതെന്നാണ് ആദ്യത്തെ 3 ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്. വിത്തൗട്ട് ഫിഷ് ആണെങ്കിൽ 10,000 ലിറ്റർ കപ്പാസിറ്റി ഉള്ള പോണ്ടിലേക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ചെറിയ ഫിഷസ് ആണെങ്കിൽ 5,000 ലിറ്റർ ആവും. ഇത് കോയി ഫിഷസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 2,600 ലിറ്റർ വരെയുള്ള കപ്പാസിറ്റി ഉള്ള പോണ്ടിലേക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ പവർ കൺസപ്ഷനിലോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ സമ്മർസിബിൾ പമ്പിന് 55 വാട്ട്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ UV ലൈറ്റിന് 14 വാട്ട്സും. പിന്നീട് ഇതിൻ്റെ വയർ ലെങ്ത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. 10 മീറ്ററാണ് പമ്പിൻ്റെ വയർ ലെങ്ത്ത്. അതേപോലെ UVCക്ക് 5 മീറ്ററും. ഈ ഒരു ഫിൽറ്ററിൻ്റെ ബോഡിയിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ ഇതിൽ യൂസ് ചെയ്ത മെറ്റീരിയൽ ഓൾ വെതർ പ്ലാസ്റ്റിക് ആണ്. അതുകൊണ്ട് മഴയത്തും വെയിലത്തും ഈ ഫിൽറ്റർ നമ്മൾ ഔട്ട്ഡോറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇതിൽ സംഭവിക്കാനില്ല. ഇതിൻ്റെ മെക്കാനിക്കൽ ഫിൽട്രേഷനാണ് ഈ ഒരു സ്പോഞ്ച് വരുന്നത്. ഇത് ചാർക്കോൾ പാഡാണ്. ഇത് വേറൊരു മെക്കാനിക്കൽ ഫിൽട്രേഷനാണ്. സമ്മർസിബിൾ പമ്പും പോണ്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന പൈപ്പാണ്. ഇതിൻ്റെ സമ്മർസിബിൾ പമ്പാണ്. ഇതാണ് പോണ്ടിലേക്ക് ഇറക്കി വെക്കുന്ന പാർട്ട്. ഇത് UVC ലാമ്പാണ്. അതുപോലെ തന്നെ UVC ലാമ്പ് ഇടാനുള്ള അതിൻ്റെ കവറിംഗ് ആണിത്. ഇതിൻ്റെ മീഡിയാസാണ്. 4 ബാഗ് വരുന്നുണ്ട്. ഇതിൻ്റെ കണക്റ്റിംഗ് ഫിറ്റിങ്സ് ആണ്.
നമ്മൾ ഇൻലെറ്റും ഔട്ട്ലെറ്റും ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പാർട്ടുകളാണ്. അതേപോലെ നമ്മൾ കണക്ട് ചെയ്തിട്ട് പോണ്ടിലേക്ക് വെള്ളം വരുത്താനും പുറത്തേക്ക് പോകാനൊക്കെ യൂസ് ചെയ്യുന്ന സിസ്റ്റംസാണിത്. ഇത്രയുമാണ് നമ്മളെ ലൂപ്പ് 10,000ൻ്റെ ഉള്ളിലുള്ള പാർട്സ്. അപ്പം ഇതിനെ എങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ മുമ്പ് ഇതേ സീരീസിൽ പെടുന്ന 7000ൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ അതിലൊന്ന് നോക്കിയിട്ട് മനസ്സിലാക്കിയാൽ മതി. ഇനി ഏത് ടൈപ്പ് പോണ്ടിലേക്ക് അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഇത് കൂടുതൽ യൂസ്ഫുൾ ആവുന്നതും കൂടി ഞാൻ പറയാം. ഇപ്പം നിങ്ങളുടെ വീടുകളിൽ ഒരു പോണ്ടുണ്ട്, അതിനൊരു ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിൽട്രേഷൻ സിസ്റ്റം, അതേപോലെ തന്നെ മെയിൻ്റനൻസ് ഈസി ആയിരിക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ലൂപ്പ് 10,000 ആയിരിക്കും. രണ്ടാമതായിട്ട് വരുന്നത്, ഇത് ഏതൊരാൾക്കും ഒരു പ്ലംബർ സഹായമില്ലാണ്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിൽറ്ററാണ്. ഒരു അഡീഷണൽ PVCയുടെ കണക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇതിന് വേണ്ട. എന്താ വെച്ചാൽ ഇതിനൊരു ഫ്ലെക്സിബിൾ ഹോസ് വരുന്നുണ്ട്. അത് നമുക്ക് ഏത് ഭാഗത്തും അനായാസം കൊണ്ടുപോകാം. അതുകൊണ്ട് തന്നെ അഡീഷണൽ ആയിട്ട് നമുക്കൊരു പ്ലംബർ ആവശ്യം തന്നെ ഇല്ല. ഇനി മൂന്നാമതായിട്ടും അവസാനമായിട്ടും നിങ്ങൾക്ക് ഒരു പോണ്ട് ഉണ്ടെങ്കിലും അതിനുള്ളൊരു സിസ്റ്റം ഉണ്ടാക്കാനുള്ള സ്പേസോ അല്ലെങ്കിൽ അതിൻ്റെ പ്ലംബിംഗ് ലൈന് കൊണ്ടുപോകാനുള്ള കട്ടിങ്ങോ അല്ലെങ്കിൽ ആ ഇൻഫ്രാസ്ട്രക്ചർ കിട്ടാനുള്ള കോസ്റ്റോ നിങ്ങൾക്ക് എടുക്കാനില്ലെങ്കിൽ അതിന് പറ്റിയൊരു ബെസ്റ്റ് ചോയ്സാണ് ലൂപ്പ് 10,000. ഇത്രയുമാണ് നമ്മുടെ ലൂപ്പ് 10,000ൻ്റെ ഡീറ്റെയിൽസ്. ഇനി നിങ്ങളൊരു പോണ്ട് ഫിൽറ്റർ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ പോണ്ടിൽ എത്ര വെള്ളം ഒക്കിപ്പ് ചെയ്യുന്നോ അതുപോലെ തന്നെ ഏത് കാറ്റഗറിയിൽ വരുന്ന മീനിനെയാണ് നിങ്ങൾ ആഡ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് കൺസിഡർ ചെയ്യണം. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.